എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വോയിസ് ആക്ടിംഗ് പ്രൊഫഷനിൽ നമുക്ക് സമാധാനത്തോടെ ശാന്തമായിട്ടുള്ളൊരു മനസ്സോടുകൂടി സന്തോഷത്തോടെ ജോലി ചെയ്യണമെങ്കിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ റെക്കോർഡിംഗ് ട്രൈ ചെയ്ത് കാണത്തില്ലേ? ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ പോലെയോ അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ചെയ്ത സമയത്തോ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്മൾ വോയിസ് ക്ലിപ്പ് അയച്ചിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കിയിട്ടില്ലേ? അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നമ്മളുടെ ശബ്ദം കേട്ട് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് ഒരു റെക്കോർഡിംഗ് സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പോ ചെയ്യാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടക്കകാലത്ത് നമുക്ക് കാണില്ല. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂം ആയിരിക്കും. നമ്മളുടെ വീട്ടിൽ അമ്മ കാണും, അച്ഛൻ കാണും, ചിലപ്പോൾ കുട്ടികൾ കാണും, പെറ്റ്സ് കാണും, പട്ടി, മുയൽ, പൂച്ച, അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ കാണും. ഇവരോരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഈ പ്രൊഫഷനിലോ അല്ലെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അമ്മയച്ഛന് സംസാരിക്കാൻ പാടില്ല, TV ഇടാൻ പാടില്ല, കുട്ടികൾ ബഹളം വെക്കാൻ പാടില്ല, പട്ടി കുരയ്ക്കാൻ പാടില്ല, ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മളോട് സംസാരിക്കാൻ വരാൻ പാടില്ല, കഥകിൽ വന്ന് കൊട്ടാൻ പാടില്ല. ഇനി ഇവരെ എല്ലാം നമുക്ക് മിണ്ടാതെ ഇരുത്തി ശ്വാസം പോലും വിടാതെ നമുക്ക് അവരെ ഇരുത്താൻ പറ്റുമെങ്കിൽ കൂടിയും റോഡിലൂടെ ഒരു വണ്ടി പോയാൽ തീർന്നു. നമ്മൾ വായന നിർത്തി എവിടെ വെച്ചാണ് ആ ശബ്ദം കേട്ടത്, ആ വണ്ടിയുടെ ശബ്ദം കേട്ടത്, അതിന് തൊട്ട് മുൻപത്തെ വരി മുതൽ നമ്മൾ വായിച്ചു തുടങ്ങണം. ആ വായിച്ചു തുടങ്ങുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നം എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അതേ മോഡുലേഷനിലും ഫീലിലും വേണം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ. ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, സദ്ഗുരുവിൻ്റെ ഒരു ഓഡിയോ ബുക്ക് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടോ അന്ന് എനിക്ക് അമ്മയുടെ വീട്ടിൽ വന്ന് ഇരുന്ന് റെക്കോർഡ് ചെയ്യാനാണ് സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ലാപ്ടോപ്പും സ്പെയർ മൈക്രോഫോണും കാർഡും എല്ലാം എൻ്റെ ഒപ്പം കാണും. അപ്പോൾ എപ്പോൾ വർക്ക് വന്നാലും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സദ്ഗുരുവിൻ്റെ ഒരു ഓഡിയോ ബുക്ക് ആകുമ്പോൾ അതൊരു പ്രത്യേക മൈൻഡിലിരുന്ന് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റോഡിലൂടെ ഒരുപാട് പേര് സംസാരിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ അവർ പാസ് ചെയ്ത് പോകുന്നത് വരെ നിർത്തും, പിന്നെയും കണ്ടിന്യൂ ചെയ്യും, പിന്നെയും ആരെങ്കിലുമൊക്കെ പോകും, നിർത്തും, റെക്കോർഡ് ചെയ്യും. അതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ വളരെ സ്ട്രെസ്ഫുള്ളാണ്. കാരണം നമ്മളൊരു പ്രത്യേക മൂഡിലിരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അത് വേറെ ഒരു ടോപ്പിക്ക് പോലെയല്ല സദ്ഗുരുവിൻ്റെ ടോപ്പിക്ക്. ഭൂതകാലത്തിൽ നിങ്ങൾ സമാഹരിച്ച കർമ്മം ഏത് തരത്തിലുള്ളതായിരുന്നാലും ഈ നിമിഷത്തിലെ കർമ്മം എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. ഇങ്ങനെ നമ്മളൊരു താളത്തിൽ വളരെ ശാന്തമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റോഡിലൂടെ ഒരു കൂട്ടം ആൾക്കാർ സംസാരിച്ചുകൊണ്ട് പോയാൽ നമ്മളുടെ ഫീൽ എങ്ങനെയായിരിക്കും? നമുക്ക് ദേഷ്യം വരത്തില്ലേ? ആ ഒരു ദേഷ്യം കഴിഞ്ഞ് അവർ സംസാരിച്ച് പോയതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭൂതകാലത്തിലെ തീർന്ന് പിന്നെ ആ മോഡുലേഷൻ വരില്ല. വന്നാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ. വളരെ ക്ഷമയോടെ ഇരുന്ന് 5 മിനിറ്റിൽ തീർക്കേണ്ട നമ്മളുടെ ഒരു ഓഡിയോ ആണെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും ഈ ഒരു ഓഡിയോ നമ്മൾ നോയ്സ് ഒന്നും കയറാതെ നമുക്കൊന്ന് നന്നായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു വോയിസ് ആക്ടിംഗ് പ്രൊഫഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രൊഫഷനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, വ്ളോഗേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുള്ള റിക്വസ്റ്റാണ് ഈ വീഡിയോ. ജസ്റ്റ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊന്ന് കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ TV ഒന്ന് ഓഫ് ചെയ്തിരുന്നാൽ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ. ഒരു ചെറിയ ഗ്രാമത്തിൽ കണ്ണ് കാണാത്ത ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വഴികാട്ടിയായി ഒരു ചെറിയ മൺചിരാത് മാത്രം. സന്ധ്യാസമയത്ത് എണ്ണയൊഴിച്ച് കത്തിച്ച ആ ചിരാതുമായി അദ്ദേഹം വഴിയിലൂടെ നടക്കുമായിരുന്നു. ഇത് കണ്ട ചില ചെറുപ്പക്കാർ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. മുത്തശ്ശ, താങ്കൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ മൺചിരാത്? അത് കേട്ടപ്പോൾ ശാന്തനായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, എനിക്ക് കാഴ്ചയില്ലെന്നുള്ളത് സത്യമാണ്. എങ്കിലും എൻ്റെ കയ്യിലെ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇരുട്ടിൽ വരുന്നവർക്ക് എന്നെയും എൻ്റെ മുന്നിലെ വഴിയും കാണാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് അവർക്ക് തടസ്സങ്ങളില്ലാതെ നടക്കാമല്ലോ.